ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഓൾറെഡി നമ്മൾ റെക്റ്റാങ്കിൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളിഗൺ ആണ്. ഇങ്ങനെ നമുക്ക് പോളിഗൺ ഉണ്ടാക്കാൻ പറ്റും. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായി നമുക്കറിയാം, ഡ്രോ പാനലിൽ തന്നെ നമുക്ക് റെക്റ്റാങ്കിളും പോളിഗണും അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്റ്റാങ്കിളും പോളിഗൺ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് പോളിഗൺ ആണ്. അപ്പോൾ പോളിഗൺ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് പോളിഗണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പോളിഗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ വാല്യൂസ് ചോദിക്കും. എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ നമ്പർ ഓഫ് സൈഡ്സിൽ 3 എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, 3 എൻ്റർ ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? സ്പെസിഫൈ ഇവിടെ ചോദിക്കും. ഇവിടെ നോക്കാം നമുക്ക്. സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ. ഓക്കെ, സെൻറ്റർ ഓഫ് പോളിഗൺ ഓർ എഡ്ജ്. അപ്പോൾ സെൻറ്റർ ഓഫ് പോളിഗൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 2 ഓപ്ഷൻ വരും. ഒന്ന് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ, രണ്ടാമത് സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് സർക്കിൾ. അത് രണ്ടുമാണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് നോക്കാം. പോളിഗണിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് POL ആണ്. ഓക്കെ, പോളിഗണിൻ്റെ ഷോർട്ട് കീ ആണ് POL. അപ്പോൾ POL അടിച്ച് നമ്മൾ എത്ര സൈഡ്സ് ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ ഓർ എഡ്ജ്. അപ്പോൾ നമ്മൾ എഡ്ജ് യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. എഡ്ജ് എന്ന് പറയുമ്പോൾ ആണ് ഷോർട്ട് കീ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, താഴെ നമുക്ക് കാണാൻ പറ്റും എഡ്ജിൽ ഹൈലൈറ്റ് ആണ്. ഓക്കെ, എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്തു. ഇനി നമ്മൾക്ക് പറയുന്നത് സ്പെസിഫൈ ദ ഫസ്റ്റ് എൻഡ് പോയിൻറ്റ്. ഓക്കെ, ഫസ്റ്റ് എൻഡ് പോയിൻറ്റ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്പെസിഫൈ ദ സെക്കൻഡ് എൻഡ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എൻഡ് പോയിൻ്റ് ഞാൻ പ്ലേസിൽ ഞാൻ വാല്യൂ എൻ്റർ ചെയ്യണം. 50. ഫോർ എക്സാമ്പിൾ ഞാൻ 50 യൂണിറ്റ് അടിക്കുകയാണ്. ഓക്കെ, 50 യൂണിറ്റ് അടിക്കുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ പോളിഗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഞാൻ പോളിഗണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ആരോ ടോപ്പ് മേളത്തെ ആരോ കില്ല് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോളിഗൺ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഞാൻ സൈഡ്സ് എൻ്റർ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ അവിടെ ഞാൻ 4 അടിക്കുകയാണ്. 4 അടിച്ച് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് വരയ്ക്കണം. എനിക്ക് സിംഗിളായിട്ട് വരയ്ക്കണമെങ്കിൽ ഇൻസ്ക്രൈബ്ഡും അതേപോലെ സർക്കംസ്ക്രൈബ്ഡും ഉണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സ്പെസിഫൈ ദ റേഡിയസ് മെൻഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ 40 എൻ്റർ ചെയ്യണം. 40 എൻ്റർ ചെയ്ത് നമുക്ക് സ്ക്വയറിൽ നമുക്ക് കിട്ടും. ഓക്കെ, അഗൈൻ ഇനി നമുക്ക് സർക്കംസ്ക്രൈബ്ഡും അതേപോലെ ഇൻസ്ക്രൈബ്ഡിലും നമുക്ക് ഡൗട്ട് കാണും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ വേണ്ടി അഗെയിൻ പോളിഗൺ എടുക്കുകയാണ്. പോളിഗൺ എടുത്തിട്ട് 5 അടിക്കുകയാണ്. ഓക്കെ, 5 സൈഡ്സ്. എൻ്റർ ദ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് ചോദിക്കുമ്പോൾ 5 അടിക്കുക. ഓക്കെ, 5 ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ക്ലിക്ക് ചെയ്ത് ഇന്നിപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ 40 അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 40 അടിച്ചപ്പോൾ നമുക്ക് പോളിഗൺ കിട്ടി. അഗെയിൻ ഞാൻ ഇനി ഇതിന് മേളിൽ കൂടെ സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളിൻ്റെ അർത്ഥം. ഓക്കെ, എൻ്റർ ചെയ്തു. എന്നിട്ട് സെൻറ്റർ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി. ഇവിടെ ജസ്റ്റ് മേലിലോട്ട് ജസ്റ്റ് ടച്ച് ചെയ്യാതെ തന്നെ ജസ്റ്റ് മേലിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റർ പോയിൻറ്റ് കിട്ടും. ഓക്കെ, സെൻറ്റർ പോയിൻറ്റ് അഗെയിൻ നമ്മുടെ റേഡിയസ് നമ്മുടെ 50 ആണ്. ഓക്കെ, പോളിഗണിൻ്റെയും 50 ആണ്, ഇതിൻ്റെ 50 ആണ്. ഓക്കെ, 15 അടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് 40 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റർ 40 അടിക്കുകയാണ്. വാല്യൂ ഓഫ് സർക്കിളിൻ്റെ 40. ഓക്കെ, എൻ്റർ ഇവിടെ ക്ലിക്ക് ചെയ്തു. സെൻറ്റർ പോയിൻ്റ് വന്നു. ഇവിടെ വാല്യൂ 40 അടിക്കുന്നു. ഓക്കെ, 40 അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സർക്കിൾ നമ്മുടെ അവൈലബിൾ ആണ്. അതേപോലെ പോളിഗൺ അതിൻ്റെ അകത്താണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പോളിഗണിൻ്റെ സെക്കൻഡ് ടൈപ്പ് നോക്കാം. അഗെയിൻ 5 ഇതേ വാല്യൂ വെച്ച് അടിക്കുകയാണ്. എന്നാലും നമുക്ക് ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, 5 എൻ്റർ നമ്പർ ഓഫ് സൈഡ്സിൽ ഞാൻ 5 എൻ്റർ ചെയ്യുകയാണ്. എന്നിട്ട് അഗെയിൻ സ്പെസിഫൈ ദ സെൻറ്റർ ഓഫ് ദ പോളിഗൺ. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ദ പോളിഗൺ ഞാൻ സ്പെസിഫൈ ചെയ്യുകയാണ്. അപ്പം ഇവിടെ സർക്കംസ്ക്രൈബ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 2 ഓപ്ഷൻ വരും, ഇൻസ്ക്രൈബ്ഡും സർക്കംസ്ക്രൈബ്ഡും. അപ്പോൾ സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് സർക്കിൾ അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ പറയുന്നത് സ്പെസിഫൈ ദ റേഡിയസ്. അഗെയിൻ ഞാൻ 40 അടിക്കുകയാണ്. ഓക്കെ, റേഡിയസ് 40 അടിക്കുകയാണ്. റേഡിയസ് 40 അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടും റേഡിയസ് സെയിം ആണ്, പക്ഷേ പോളിഗൺ രണ്ടും ഡിഫറൻസ്. ഇത് വലുതും ഇത് ചെറുതാണ്. അപ്പോൾ എന്താണ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാണെങ്കിൽ അഗെയിൻ അടിക്കണം. എൻ്റർ. ഇതിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പോകണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വാല്യൂ എത്രയായിരുന്നു? 40 യൂണിറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് സർക്കംസ്ക്രൈബ്ഡ് ഇൻ, അതായത്
നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് പോളിഗണിൻ്റെ അകത്തുമാണ് സർക്കംസ്ക്രൈബ്ഡിൽ. ഇവിടെ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് പോളിഗണിൻ്റെ പുറത്താണ്. ഇതാണ് ഡിഫറൻസ്. ഇൻസ്ക്രൈബ്ഡും അതേപോലെ സർക്കംസ്ക്രൈബ്ഡ്, ഇത് രണ്ട് ഡിഫറൻസ് ആണ്. നമുക്ക് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയമെൻഷൻ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ DLA. ഓക്കെ, സോറി, DAL. നമ്മുടെ ഡയമെൻഷൻ അലൈൻഡ് ആണ്. അലൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ലോപ്ഡ് അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ DAL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്കിപ്പോൾ ലീനിയർ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡിസ്റ്റൻസാണ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലീനിയർ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഡയമെൻഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഡയമെൻഷൻ യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ DLI യൂസ് ചെയ്യണം, അല്ലെങ്കിൽ DIM യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലീനിയർ ഡയമെൻഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു സ്ലൈഡ് ആയിട്ടുള്ള ഡയമെൻഷൻ അല്ലെങ്കിൽ അലൈൻഡ് ഡയമെൻഷൻ നമുക്ക് പറ്റത്തില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ പോകണം, ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അലൈൻഡ് ഡയമെൻഷൻ എടുക്കണം. അലൈൻഡ് ഡയമെൻഷൻ എടുത്ത് എവിടെ നിന്നാണോ ഡയമെൻഷൻ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്കിപ്പോൾ റേഡിയസ് വേണം. ഇതിൻ്റെ റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ഇങ്ങനെ റേഡിയസ് കിട്ടും. ഓക്കെ, അതേപോലെ അതിൻ്റെ ഷോർട്ട് കീ DAR. ഓക്കെ, DRA എന്ന് പറയുമ്പോൾ നമ്മുടെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ റേഡിയസ് വേണമെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് പോളിഗണിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ പോകുമ്പോൾ നമുക്ക് റേഡിയസ് അലൈൻഡ് എടുക്കണം, ബിക്കോസ് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇവിടോട്ട് പോകണം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ബിക്കോസ് F8 പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡയമെൻഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റേഡിയസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ 49 ആണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ റേഡിയസ് വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് റേഡിയസ് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കേസ് നോക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെയും അതേപോലെ പോളിഗണിൻ്റെയും റേഡിയസ് രണ്ടും സെയിം ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെയും പോളിഗണിൻ്റെയും റേഡിയസ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഇവിടെ നമ്മൾ സർക്കിൾ ലൈ ചെയ്യുന്നത് പോളിഗണിൻ്റെ അകത്താണ്. അതിനെയാണ് സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പോളിഗൺ ലൈ ചെയ്യുന്നത് സർക്കിളിൻ്റെ അകത്താണ്. ഇതാണ് നമ്മുടെ ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, അഗെയിൻ പോളിഗണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അഗെയിൻ ഞാനിപ്പോൾ 6 എൻ്റർ ചെയ്തു, വാല്യൂ 6 എൻ്റർ ചെയ്ത് എന്നിട്ട് സ്പെസിഫൈ ദ സെൻറ്റർ ഓഫ് പോളിഗൺ ഓർ എഡ്ജ്. ഇപ്പോൾ എഡ്ജ് വെച്ച് വാല്യൂ ഓൾറെഡി നോക്കിയതാണ്. എഡ്ജ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. സ്പെസിഫൈ ദ ഫസ്റ്റ് പോയിൻറ്റ്, എന്നിട്ട് സെക്കൻഡ് പോയിൻറ്റിൻ്റെ കേസിൽ നമ്മൾ വാല്യൂ അടിച്ചു കൊടുക്കണം. വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വാല്യൂ 50 ആണ്. ഓക്കെ, 50 ആകുമ്പോൾ ഇങ്ങനെ. ഇപ്പോൾ ഇത് ചരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം F8 യൂസ് ചെയ്തിട്ടില്ല. F8 നമ്മുടെ അല്ലെങ്കിൽ ഓർത്തോ മോഡ് ഓഫാണ്. അപ്പോൾ ഓർത്തോ മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു ചരിവ് വരത്തില്ല. ഞാൻ കാണിച്ചു തരാം. അഗെയിൻ പോളിഗൺ എടുക്കുകയാണ്, ടോപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് എൻ്റർ, 6 സൈഡ് എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്പെസിഫൈ ദ സെൻറ്റർ ഓർ എഡ്ജ്, എൻ്റർ. ഓക്കെ, എന്നിട്ട് സ്പെസിഫൈ ദ എൻഡ് പോയിൻറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് F8 ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചരിവ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ F8 അമർത്തുമ്പോൾ കണ്ടോ, F8 ഞാൻ പ്രസ് ചെയ്ത് ഓട്ടോ മോഡ് ഓൺ ആണ്. അപ്പം ഇപ്പോൾ ഇനി ചരിവില്ല. അപ്പോൾ ഞാൻ റേഡിയസ് അല്ലെങ്കിൽ വാല്യൂ അടിക്കുകയാണ് റേഡിയസ് അല്ല, എഡ്ജിൻ്റെ വാല്യൂ അടിക്കുകയാണ് 40. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോളിഗൺ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോളിഗൺ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മൾ 6, 7, 8 ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര സൈഡ്സ് വേണം നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് അടിച്ചു കൊടുത്താൽ അതനുസരിച്ച് നമുക്ക് പോളിഗൺ ഏത് ലെവലിലെ പോളിഗണും നമുക്ക് ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇൻസ്ക്രൈബ്ഡും നമുക്ക് ഡൗട്ട് ആകുമ്പോൾ ഇൻസ്ക്രൈബ്ഡും അതേപോലെ സർക്കംസ്ക്രൈബ്ഡ് സർക്കിൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അഗെയിൻ പോളിഗൺ എടുത്തു, സർക്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിൽ 7 എൻ്റർ ചെയ്തു. അഗെയിൻ നമ്മളിപ്പം പിക്ക് പോയിൻറ്റ് മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഇപ്പം ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള റേഡിയസ് ആണ്, വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, നമുക്ക് അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് പോളിഗണിൻ്റെ ഏകദേശം എല്ലാ പോയിൻറ്റും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.